പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ചിലപ്പോൾ ആരും അറിയാതെ ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്തത് സ്നേഹിതർ കണ്ടില്ലായിരിക്കാം, നിങ്ങളുടെ സഹോദരങ്ങൾ കണ്ടില്ലായിരിക്കാം, നിങ്ങളുടെ കൂട്ടുവിശ്വാസികൾ കണ്ടില്ലായിരിക്കാം, നിങ്ങളുടെ ഭവനത്തിലുള്ളവർ അറിഞ്ഞില്ലായിരിക്കാം. ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരിക്കൽ അത് പുറത്തു കൊണ്ടുവരുന്ന, നിങ്ങളിലൂടെ തന്നെ സാക്ഷ്യം കൊണ്ടുവരുന്ന തലത്തിലേക്ക് ദൈവം അത് മാറ്റിയെടുക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എക്സോഡസ് മീഡിയയുടെ ധ്യാനപീഠത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എല്ലാ പ്രേക്ഷകരെയും ദൈവനാമത്തിൽ വന്ദനവും പറയും. ഇന്ന് ഒരു സങ്കീർത്തനമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. ചില നാളുകൾക്ക് മുമ്പ് 1-ാം സങ്കീർത്തനം മുതൽ നമ്മളിങ്ങനെ പഠിച്ചു വരികയാണല്ലോ. ഓരോ ദേവദാസന്മാർ അവർക്ക് നൽകിയിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് വളരെ മനോഹരമായ രീതികളിൽ അവർ നമ്മോട് സംവദിച്ചു കഴിഞ്ഞു. ഞാനും അതിൻ്റെ ഒരു പ്രേക്ഷകനാണ്. വളരെ മനോഹരമായ രീതിയിൽ ദേവദാസന്മാർ ആ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ ദൈവത്തെ ഒത്തിരി സ്തുതിക്കാറുണ്ട്. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളെന്ന് പറയുന്നത് ഒരു സാധാരണ വിശ്വാസി എന്ന നിലയിൽ വളരെ ഇഷ്ടമുള്ളൊരു പുസ്തകമാണ് സങ്കീർത്തനം. സങ്കീർത്തനത്തെ ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാകില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ക്രിസ്തുഭക്തന് അവൻ്റെ ആവശ്യങ്ങൾക്ക് അവനോട് സംവദിക്കുവാൻ, അവരോട് സംസാരിക്കുവാൻ ഏറ്റവും ഉതകുന്ന പുസ്തകമെന്ന് പറയുന്നത് സങ്കീർത്തനം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ബൈബിളിൽ എൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടുള്ളത് കൊണ്ട് തന്നെ മിക്കവാറും അത് അല്പം ഒന്ന് തള്ളി നിൽക്കുന്നത് കാണാൻ കഴിയും. കാരണം എപ്പോഴും യൂസ് ചെയ്യാൻ എളുപ്പവും നമ്മുടെ അടുത്ത് കാര്യം പറയുന്നത് പോലെ, നമ്മോട് ദൈവം സംസാരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന മനോഹരമായൊരു പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. വിശുദ്ധ ബൈബിൾ ഒരു ശരീരമാണെങ്കിൽ അതിൻ്റെ ഹൃദയമാണ് ശരിക്കും സങ്കീർത്തനം. പല നിലകളിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഒത്തിരി ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വീടെന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ മുറികളാണ് ഓരോ അധ്യായങ്ങൾ. ഓരോ മുറികളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന ഓരോ ചിത്രങ്ങൾ കാണുന്നത് പോലെ നമ്മുടെ കാഴ്ചയെ ഭംഗിയാക്കുന്ന പലതരത്തിലുള്ള സംഗതികൾ ചില ഭവനത്തിൽ കാണാൻ കഴിയുന്നു എന്നതുപോലെ തന്നെയാണ് വിശുദ്ധ ബൈബിളിൽ. തന്നെയുമല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകവും സങ്കീർത്തനങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ടും ഈ ധ്യാനപീഠത്തിൽ സങ്കീർത്തനം തന്നെ തുടങ്ങി വെച്ചത് വലിയൊരു ഭാഗ്യമായിട്ടും കൂടെ ഞാൻ കാണുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത, ഇതിന് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും അവർക്ക് വായിക്കാനും വായിക്കുന്നത് കേൾക്കാനും സങ്കീർത്തനത്തിലൂടെ ചിന്തകൾ പറയുന്നത് കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ളൊരു പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. കാവ്യഭംഗി ഒട്ടും ചോർന്നു പോകാതെ നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന, പൊരുത്തപ്പെട്ട് കിടക്കുന്ന പുസ്തകമാണ് സങ്കീർത്തനം. എനിക്കിന്ന് നൽകപ്പെട്ടിരിക്കുന്നത് 4-ാം സങ്കീർത്തനമാണ്. 1, 2, 3 സങ്കീർത്തനങ്ങൾ നമ്മൾ ഇതിനോടകം പല ദൈവദാസന്മാർ പറഞ്ഞത് നിങ്ങൾ കേട്ടുകഴിഞ്ഞു. 4-ാം സങ്കീർത്തനവും നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് 1, 2 സങ്കീർത്തനങ്ങൾ പോലെയല്ല 3-ാം സങ്കീർത്തനം. പ്രത്യേകിച്ച് 1, 2, 3 സങ്കീർത്തനങ്ങൾ നിന്നും വ്യത്യസ്തമാണ് 4-ാം സങ്കീർത്തനം. അതിൻ്റെ ശീർഷകം തന്നെ സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ഏറ്റവും കൂടുതൽ സങ്കീർത്തനങ്ങൾ രചിച്ചത് ആര് എന്ന് ചോദ്യം ചോദിച്ചാൽ ഉത്തരം ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ദാവീദ് തന്നെയാണ്. താനൊരു ഗായകനായതുകൊണ്ടും സംഗീതവുമായി ഏറ്റവും അടുത്തിടപഴകുന്നതുകൊണ്ടും തൻ്റെ ഗാനങ്ങൾക്ക് എപ്പോഴും കാവ്യഭംഗി കൂടുതലാണ്. തന്ത്രിനാദം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, സ്ട്രിങ്സ് കൊണ്ടുള്ള ഇൻസ്ട്രുമെൻസാണ് തന്ത്രിനാദം. വീണ, അതുപോലെ തന്നെ ഗിറ്റാർസ്, ഇങ്ങനെയുള്ള കിന്നരങ്ങൾ ഒക്കെ തന്ത്രിനാദത്തിൽപ്പെടുന്ന ഭാഗങ്ങളാണ്. തന്ത്രിനാദത്തെപ്പറ്റി ഞാൻ വിശാലമായി പറയുവാൻ ആഗ്രഹിക്കുന്നുമില്ല. നമുക്ക് സങ്കീർത്തനത്തിലേക്ക് കടക്കാം. 4-ാം സങ്കീർത്തനം 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ എന്നെ ഏറെ ഇഷ്ടപ്പെടുത്തിയൊരു ഭാഗമാണ്. ആ ഒരു വാക്ക്, എൻ്റെ എന്നുള്ള വാക്ക്. 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളേണം. ശരിക്കും ഓരോ സങ്കീർത്തനങ്ങളെ അല്ലെങ്കിൽ ഓരോ വാക്യങ്ങളെ കീറി മുറിച്ച് പഠിക്കുമ്പോൾ വചനം പഠിക്കുന്നവർക്കത്
ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത, 3-ാം സങ്കീർത്തനം ഒരു പ്രഭാതഗീതമാണെങ്കിൽ 4-ാം സങ്കീർത്തനം ഒരു സന്ധ്യാകീർത്തനമാണ്. ശരിക്കും പ്രഭാതത്തിലൊക്കെ വേണമെങ്കിൽ നന്നായി നമുക്ക് പ്രാർത്ഥിക്കാനോ പാടാനോ ഒക്കെ കഴിഞ്ഞേക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറി നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് പ്രഭാതത്തിലേക്കൊന്ന് എഴുന്നേറ്റ് കർത്താവിനെയൊക്കെ സ്തുതിക്കുന്നത് ചിലപ്പോൾ ടെൻഷനില്ലാതൊക്കെ സ്തുതിച്ചേക്കാം. പക്ഷേ ഒരു പ്രഭാതത്തിൽ ഒരാൾക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുക എന്ന് പറയുന്നത്, ഒന്ന് പാടുവാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ആദിമ നാളുകളിലൊക്കെ, എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഓരോ ഭവനങ്ങളിലും സന്ധ്യാപ്രാർത്ഥനകളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ അന്യം നിന്ന് പോയി. കാരണം എല്ലാ വീട്ടിലും സീരിയലായി, ടി വി ആയി, മറ്റു ഇതര കാര്യങ്ങളായി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ടെൻഷൻസാണ്, അത് കൂടുതലും സ്ട്രെസ്സാണ്. രാവിലെയുള്ള ജോലിയിലും അല്ലെങ്കിൽ മറ്റിതര കാര്യങ്ങളിലൊക്കെ നാളെക്കുറിച്ചുള്ള വ്യാകുലതകളും അതുപോലെ പാനിക് അറ്റാക്കുകൾ എന്ന് വേണ്ട, ആകെ മനുഷ്യൻ വളരെ ഭീതിയോടെ നിൽക്കുന്ന കാലഘട്ടമാണ്. തന്നെയല്ല എല്ലാം ഫാസ്റ്റാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ എത്ര പേര് ഞാനീ പറയുന്ന സന്ദേശം മുഴുവൻ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും നേരത്തെയൊക്കെ ഒരു ഗാനം 6-7 മിനിറ്റ് ആണെങ്കിൽ ഇപ്പോൾ അതിന് പകരം റീൽസ് വന്നു കഴിഞ്ഞു. കാരണം പെട്ടെന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ തട്ടുകടകൾ ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട്. കാരണം എല്ലാവർക്കും തിരക്കാണ്. ഫുഡ് കഴിക്കാൻ പോലുമുള്ള സമയങ്ങളിൽ എല്ലാം പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന് പോകണം. അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ് സൗകര്യം പോലെയുള്ള ആരാധനാലയങ്ങളും ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട്. എന്നാൽ നോക്കുക, നമ്മൾ വചനത്തെ എങ്ങനെ വേണം പഠിക്കാൻ, വചനത്തെ എങ്ങനെ വേണം നോക്കിക്കാണാൻ. ഇവിടെ ഒരു സന്ധ്യാകീർത്തനത്തിൽ ദാവീദ് തൻ്റെ പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. എൻ്റെ നീതിയായ ദൈവമേ. ശരിക്കും വേണമെങ്കിൽ നീതിയായ ദൈവമേ എന്ന് മാത്രം എഴുതാമായിരുന്നു. ദൈവമേ എന്ന് പറഞ്ഞു വേണമെങ്കിൽ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാമായിരുന്നു. പക്ഷെ തൻ്റെ പ്രാർത്ഥനയിൽ താൻ ആദ്യം ചേർത്ത് വയ്ക്കുന്ന ഒരു പദമെന്ന് പറയുന്നത് എൻ്റെ എന്നുള്ളതാണ്. ഈ സന്ദേശം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം, അല്ലെങ്കിൽ എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഈ കർത്താവ് എൻ്റെ ആണോ എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് എല്ലാം വേണമെന്നുള്ളതാണ്. ഞാനൊരിക്കൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു പോയപ്പോൾ അവിടെ എല്ലാവരുടെയും ഫോട്ടോ ഇരിക്കും. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് നമുക്ക് എല്ലാവരും വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ആ പ്രാർത്ഥനകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല. പക്ഷെ ദാവീദിൻ്റെ പ്രാർത്ഥനയിൽ ആദ്യം പറയുന്ന പദമാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്, എൻ്റെ എന്നുള്ളത്. എൻ്റെ കുഞ്ഞ്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഫാദർ, എൻ്റെ മമ്മി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇൻറ്റിമസി കൊണ്ടാണ്, നമ്മുടെ സ്നേഹം കൊണ്ടാണ്. ഇവിടെ ദാവീദ് ആ ദൈവത്തെ എങ്ങനെയാണ് താൻ നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് തൻ്റെ ഹൃദയത്തിൽ ആ കർത്താവിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? എൻ്റെ നീതിയായ ദൈവമേ. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയുമോ ദൈവത്തിന്? നമ്മുടെ പ്രാർത്ഥനകൾ ആരെങ്കിലും നമ്മെ പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കടാ, ഒന്ന് പാടടാ എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രചോദനത്തിൽ അല്ലെങ്കിൽ അവരെ നമ്മെ ഒന്ന് തള്ളി ഉന്തി വിട്ടിട്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് ചില ആരാധനാ സ്ഥലങ്ങളിലൊക്കെ പാസ്റ്റർ എന്ത് വിചാരിക്കും, വിശ്വാസികൾ എന്ത് പറയും, അല്ലെങ്കിൽ ഞാൻ പോയില്ലെങ്കിൽ പാസ്റ്ററിനെ ഫോൺ വിളിക്കും എന്നൊക്കെ കരുതി ആരാധനയ്ക്ക് പോകുന്ന പലരുമുണ്ട്. പക്ഷേ ഇവിടെ നോക്കുക, ഞാൻ ശരിക്കും ആ വാക്യത്തിൽ തന്നെ നിൽക്കുകയാണ്. താഴോട്ട് പറയേണ്ടതാണ്. പക്ഷേ ആ ഒരു പദം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്കും ഇങ്ങനെ പറഞ്ഞു തുടങ്ങും, എൻ്റെ നീതിയായ ദൈവമേ. ആ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നത് ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസിയെ കാണിക്കുക, ദൈവമായിട്ടുള്ള ആ സ്നേഹബന്ധത്തെ കാണിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും സ്നേഹത്തിൽ നിന്ന് വേണം തുടങ്ങാൻ. കാഷ്വൽ പ്രയറുകളാകരുത്. പ്രയറുകൾ തന്നെ പലതരത്തിലുള്ള പ്രയറുകളുണ്ട്, പ്രാർത്ഥനകൾ. പക്ഷേ ഇവിടെ നോക്കുക, താൻ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലും ഇങ്ങനൊരു ചിന്ത വരട്ടെ, ഈ ദൈവം എൻ്റെയാണ്. ആ കാര്യത്തിൽ നമുക്ക് സ്വാർത്ഥനാകണം. ഇതെൻ്റെ മാത്രം ദൈവമാണ്. എൻ്റെ കാര്യങ്ങൾ നോക്കുവാൻ എനിക്ക് വേണ്ടി സകലതും നിർവഹിച്ചു തരുന്ന ഒരു ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഇവിടെ നോക്കുക, ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ നീതിയായ ദൈവമേ. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്നേഹബന്ധം വേണം, ഇൻറ്റിമസി വേണം. തന്നെയുമല്ല, ഈ പ്രാർത്ഥന നീതിയായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. പ്രാർത്ഥിക്കുന്നത് ചുമ്മാതെ വന്ന് എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും വന്ന് പ്രാർത്ഥിക്കുകയല്ല. ഈ പ്രാർത്ഥിക്കുന്നത് ആരോടാണെന്നുള്ളൊരു ബോധ്യം ദാവീദിനുണ്ട്.
കാരണം ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം നീതിയുള്ള ദൈവമാണ്, സത്യസന്ധതയുള്ള ദൈവമാണ്. തന്നെയല്ല, ഈ പ്രാർത്ഥനയ്ക്ക് താൻ പറയുന്ന വാക്ക് എൻ്റെ എന്നാണെങ്കിൽ ഈ ദൈവം ആരാണെന്നുള്ളതും ദാവീദിന് ബോധ്യമുണ്ട്. നമുക്കൊക്കെ വേണമെങ്കിൽ ആരോടെങ്കിലും നല്ല പുള്ള ചമഞ്ഞ് നടക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ സകലത്തെയും അറിയുന്ന, നമ്മുടെ നിലവുകളെ അറിയുന്ന, അവൻ അടുത്തുപോലും വരണ്ട ദൂരത്ത് നിന്ന് നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തെ താൻ പറയുക, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണം. ശരിക്കും ഇതിൻ്റെ ഓരോ വാക്കുകൾ അനലൈസ് ചെയ്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് മനസ്സിലാക്കുന്നത്? ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. നമ്മുടെ നിലവിളി കേൾക്കുന്നൊരു ദൈവം, നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ദൈവം. നാം എപ്പോഴാണോ പ്രാർത്ഥിക്കുന്നത്, അത് രാവിലെയാകാം, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് രാത്രിയിലാണ്. താൻ പറയുന്നത്, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. അങ്ങനെ വിളിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവത്തോടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. എത്ര നല്ല ദൈവമാണല്ലേ! നമ്മുടെ സമയഭേദമില്ലാതെ എപ്പോഴാണോ നിനക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നത്, എപ്പോഴാണോ നിനക്ക് ദൈവത്തോട് സംസാരിക്കാൻ തോന്നുന്നത്, ആ സമയമൊക്കെയും കേൾക്കുവാൻ കഴിയുന്ന, സങ്കീർത്തനത്തിൽ പ്രകാരമാണ്, അവൻ ഉറങ്ങാത്ത മയങ്ങാത്ത ഇസ്രായേലിൻ്റെ പരിപാലകൻ. അവനൊരിക്കലും ഉറങ്ങുന്നില്ല, അവനൊരിക്കലും മയങ്ങുന്നില്ല. നമ്മളൊക്കെ സാധാരണ ഫോൺ വിളിക്കുന്നവരാണ്. ഒരു തലയ്ക്കിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ അപ്പുറത്തെ തലയ്ക്ക് അത് കേട്ടില്ലെങ്കിൽ, നമ്മുടെ പ്രശ്നത്തിൻ്റെ ആ തീവ്രത പോലെ ആ സമയത്ത് ഫോൺ എടുത്തില്ലെങ്കിൽ, ഇനി എടുത്തിട്ട് ശബ്ദം കേട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എന്നാൽ അപ്പുറത്ത് നാം ഇവിടെ ഹലോ എന്ന് പറയുമ്പോൾ ക്ലിയറായിട്ട് അങ്ങേ തലയ്ക്കൽ ഹലോ എന്ന് കേൾക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഞാൻ സൗഖ്യമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്ന സമയങ്ങൾ, സംസാരമൊക്കെ നഷ്ടപ്പെട്ട് ഒരു ചെറിയ ഞരക്കം പോലെ ആയിരുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തതാണ്, എൻ്റെ ചിന്തകൾ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ. എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, ആക്ഷൻ കാണിക്കാൻ കയ്യും കാലൊന്നും പൊങ്ങുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഓർത്തതാണ്, എൻ്റെ ചിന്തകൾ ഗ്രഹിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു. അങ്ങനെയെങ്കിൽ ദാവീദ് പറയുക, ഞാൻ വിളിക്കുമ്പോൾ, ഓ പ്രൈസ് ഗോഡ്, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമെഴുതുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷം എന്താണുള്ളത്? ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒത്തിരി ഭാരത്തോടെ പ്രയാസത്തോടുകൂടെ വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല, പ്രാർത്ഥിച്ചിട്ടൊന്നും മറുപടിയില്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങളോടുള്ളൊരു സന്ദേശം കൂടെയാണ്. നിലവിളി കേൾക്കുന്ന, നിങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന, നിങ്ങൾ വിളിക്കുമ്പോൾ കേൾക്കുവാൻ വേണ്ടിയിരിക്കുന്ന ഒരു ദൈവം. അടുത്ത വാക്യം ഇപ്രകാരം, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ശരിക്കും ദാവീദിനോളം ഈ വാക്യത്തിന് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നൊരു വ്യക്തിയുണ്ടോ എന്ന് സംശയമാണ്. വചനത്തിൽ ഉടനീളം പഠിക്കുമ്പോൾ ഏറ്റവും താഴ്ചയും ഏറ്റവും ഉയർച്ചയും അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ഒരുപാട് വാക്യങ്ങളൊക്കെ എടുത്ത് തെളിവിന് തരണമെന്നുണ്ട്, പക്ഷേ നമുക്ക് അതിലേക്ക് പോകാനുള്ള നിർവാഹമില്ലല്ലോ. ഇവിടെ നോക്കുക, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്തുകൊണ്ടാണ് താൻ എൻ്റെ എന്ന് വിളിക്കാൻ കാരണം? ഇപ്പോൾ നിങ്ങൾക്ക് കാരണം മനസ്സിലായോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും അല്ലേ? നമ്മുടെ കൂട്ടുകാരെ സ്നേഹിക്കണമെങ്കിൽ ഒരു കാരണമുണ്ട്, അവരെ ദേഷിക്കണമെങ്കിൽ കാരണമുണ്ട്. ഇവിടെ ദാവീദ് എന്തുകൊണ്ടാണ് എൻ്റെ എന്ന പദം ആഡ് ചെയ്തത്? അത് ഒറ്റ ഉത്തരമാണ്, തൊട്ട് താഴെ കിടക്കുന്നത്, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ദാവീദിൻ്റെ ജീവിതം ഒന്ന് അനലൈസ് ചെയ്താൽ, ഞാൻ കുറേ നാൾ എൻ്റെ ചർച്ചിൽ ദാവീദിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നൊരു വിഷയത്തെപ്പറ്റി അല്പം ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ദാവീദിൻ്റെ ആദ്യ നാളുകളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ദാവീദിനോളം പറയാൻ കഴിയുന്ന മറ്റൊരു വ്യക്തിയില്ല. വീട്ടിൽ പോലും സ്ഥലമില്ലായിരുന്നു ദാവീദിന്. ഏറ്റവും ഇളയ മകനാണ്, ഏറ്റവും സൗന്ദര്യമുള്ള, അതിനെപ്പറ്റിയൊക്കെ പറയുന്നത് അവൻ കോമളരൂപിയാണ്, പവിഴ നിറമുള്ളവനാണ്, സുനേത്രനാണെന്നൊക്കെയാണ്. അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ ഒറ്റയ്ക്ക് കാട്ടിൽ വിടുവാൻ ഇശായിക്ക് സമ്മതമായിരുന്നു. തൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ നല്ല നിലകളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന, കൊട്ടാരത്തിൽ നല്ല പൊസിഷൻസ് ഉള്ള വ്യക്തികളായിരുന്നു. പക്ഷെ വീട്ടിൽ പോലും തനിക്ക് ഇടമില്ലായിരുന്നു എന്ന് കാണാൻ കഴിയും.
തൻ്റെ മറ്റൊരു സങ്കീർത്തനത്തിൽ താനിങ്ങനെ പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾക്കിങ്ങനെയുള്ള മേഖലകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകാം. ചിലപ്പോൾ ഈ സങ്കീർത്തനം കേൾക്കുന്ന എന്നെ കാണുന്ന ചിലരെങ്കിലും ഈ ഒരു അവസ്ഥയിലൊക്കെ കടന്നു പോയിട്ടുണ്ടാകാം. ഒത്തിരി ഞെരുക്കം കടന്നു പോയിട്ടുണ്ട്. ഇന്നൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യ നാളുകളിലൊക്കെ, അല്ലെങ്കിൽ ഈ ക്രിസ്തു ഈ ദൈവത്തെ അനുഗമിച്ച് ആദ്യ നാളുകളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരു വസ്ത്രം പോലും കൊടുക്കാനില്ലാത്ത സമയങ്ങളുണ്ടായിരുന്നു. ഇന്നൊരു വസ്ത്രമാണോ? അലമാര തുറക്കുമ്പോൾ എല്ലാം കൂടെ താഴെ വീഴുകയാണ്. ആ തരത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്തി. വാഹനം ഏതെടുക്കണമെന്നുള്ളതാണ്. ഇന്നാളൊരാൾ 4 വീലർ എടുത്തിട്ട് വീണ്ടും അടുത്ത വണ്ടി എടുത്തും പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ആളുകൾ എണ്ണം കൂടി ഒരു 7 സീറ്റർ എടുക്കണം. നോക്കുക, ദൈവമൊക്കെ മാനിച്ചു, വിശാലത വരുത്തി. പക്ഷേ ഇവിടെ ദാവീദിനെ സംബന്ധിച്ച് തനിക്ക് വീട്ടിൽ പോലും പാർക്കുവാനിടമില്ലായിരുന്നു. അപ്പൻ്റെ ആടുകളുമായി, സ്വന്തം ആടല്ല, അപ്പൻ്റെ ആടുകളുമായി, മിണ്ടാപ്രാണികളുമായി വനാന്തരത്തിലായിരുന്നു. അവിടെ വെച്ച് താൻ കിന്നരം വായിച്ചതും ഗാനങ്ങൾ ആലപിച്ചതൊന്നും നഷ്ടമായില്ല. അവിടെ വെച്ച് താൻ കവണയെറിഞ്ഞതും തൻ്റെ ബാല്യകാലങ്ങളൊക്കെ, ബാല്യ അഭ്യസനങ്ങളൊക്കെ പിന്നത്തേതിൽ കർത്താവിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കാം. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരും. നോക്കുക, കാട്ടിൽ കിടന്ന് ആരും അറിയാതിരുന്ന ദാവീദ് സിംഹത്തെ കൊന്നതോ കരടിയെ കൊന്നതോ ഒറ്റ മനുഷ്യർക്കറിയില്ലായിരുന്നു. ഇന്നൊക്കെയാണെങ്കിൽ ഫ്ലെക്സുകൾ എത്ര മുകളിൽ കയറിയേനെ, എത്ര എണ്ണം സോഷ്യൽ മീഡിയയിലൂടെ വിറ്റുപോയേനെ. ഇവിടെ നോക്കുക, ദൈവം അവനിലൂടെ ചെയ്തത് ദൈവവും അവനും മാത്രമായിരുന്നു കണ്ടത്. ആരോടും പറയാൻ പോയില്ല. പക്ഷേ അവൻ്റെ സാക്ഷ്യം കേൾക്കുവാൻ ഒരിക്കൽ അവനെ കൊട്ടാരത്തിലെത്തിച്ച ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ചിലപ്പോൾ ആരും അറിയാതെ ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്തത് സ്നേഹിതർ കണ്ടില്ലായിരിക്കാം, നിങ്ങളുടെ സഹോദരങ്ങൾ കണ്ടില്ലായിരിക്കാം, നിങ്ങളുടെ കൂട്ടുവിശ്വാസികൾ കണ്ടില്ലായിരിക്കാം, നിങ്ങളുടെ ഭവനത്തിലുള്ളവർ അറിഞ്ഞില്ലായിരിക്കാം. ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരിക്കൽ അത് പുറത്തു കൊണ്ടുവരുന്ന, നിങ്ങളിലൂടെ തന്നെ സാക്ഷ്യം കൊണ്ടുവരുന്ന തലത്തിലേക്ക് ദൈവം അത് മാറ്റിയെടുക്കും. കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞായി കഴിഞ്ഞപ്പോൾ ഒരു വാക്യം അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്, ശുശ്രൂഷക്കാരല്ലാതെ, വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ മറ്റാരും അറിഞ്ഞില്ല എന്ന് വായിക്കും. ഇവിടെ നോക്കുക, അവൻ കാട്ടിൽ ഒറ്റപ്പെട്ടിരുന്നപ്പോൾ, ചില ഒറ്റപ്പെടലുകളൊക്കെ ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ഞാനും ഒരു സഭയുടെ ശുശ്രൂഷകനാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ പലവിധ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടി വന്നേക്കാം. ചിലരെങ്കിലും പറയുന്ന കാര്യമുണ്ട്, പാസ്റ്ററെ ഒറ്റപ്പെട്ടു പോയി, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു, ഈവൻ വിശ്വാസികൾ പോലും, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർ പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. എനിക്കൊന്നും തരാത്തതോ എന്നെ ഫോൺ വിളിക്കാത്തതോ ഒന്നുമല്ല, എന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. എന്താണ് ജയിൽ ശിക്ഷ? സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയാണ്. അതിനോളം ശിക്ഷ വേറെയൊന്നുമില്ല. അവനെ ഒറ്റപ്പെടുത്തിയപ്പോൾ, മിണ്ടാപ്രാണികളുടെ കൂടെ കാട്ടിലായിരുന്നപ്പോൾ, ഇവിടെ നാം വചനം വായിക്കുന്നത് ഞാൻ ഞെരുക്കത്തിലായിരുന്നപ്പോൾ. ഒരിക്കൽ പോലും ദാവീദ് വിചാരിച്ചതല്ല അവൻ്റെ ഭവനത്തിൽ ശമൂവേൽ പ്രവാചകൻ കടന്നു വരുമെന്ന്. ശമൂവേൽ പ്രവാചകനോട് പറയുന്നു, നീ യിശായിയുടെ ഭവനത്തിലേക്ക് ചെല്ലുക, അവിടെ ഒരു രാജാവിനെ ഞാൻ കണ്ടിരിക്കും. നോക്കുക, ശമൂവേൽ പറയുന്നൊരു കാര്യം, ഇനി നിൻ്റെ മക്കളിൽ ആരെങ്കിലും ഉണ്ടോ? യിശായി ഒന്ന് ആലോചിച്ച് കാണാൻ ബൈബിളിലില്ല. ഒരുവനുണ്ട്, അവൻ കാട്ടിലായിരിക്കുന്നു. വീട്ടിലിരിക്കേണ്ടവൻ കാട്ടിലായിരിക്കുകയാണ്. വേഗം അവനെ വിളിച്ചു കൊണ്ടുവരിക, അവൻ വന്നല്ലാതെ നാം പന്തിക്കിരിക്കത്തില്ല. നോക്കുക, ദാവീദിൻ്റെ ആ ഒരു ടേണിംഗ് പോയിന്റ് അവിടെ നിന്ന് തുടങ്ങുകയാണ്. അത് കൊട്ടാരത്തിലേക്കുള്ളൊരു വഴിയായിരുന്നു. ഞെരുക്കത്തിലിരുന്നപ്പോൾ വിശാലതയിലേക്ക് അവൻ നടക്കുകയാണ്. കൊട്ടാരത്തിൽ അവൻ എത്തപ്പെടേണ്ടി വന്നു. അവിടെ അവൻ സാക്ഷ്യം പറയേണ്ടി വന്നു. ആ സാക്ഷ്യം എല്ലാവരും കേൾക്കേണ്ടി വന്നു. നോവൽ പുരോഹിതൻ്റെ അടുത്ത് കടന്നു പോകുമ്പോൾ ഗത്തിലെ രാജാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഇവനെ അല്ലയോ അന്ന് ഗീതങ്ങൾ പാടിയത്, ഇവൻ്റെ പേരിലല്ലയോ, ഇവനെക്കുറിച്ചല്ലോ അന്ന് പാട്ട് പാടിയത്. നോക്കുക, ആ സംഭവം കഴിഞ്ഞിട്ട് നാളുകൾ കഴിഞ്ഞിട്ടും ആളുകളുടെ മനസ്സിൽ നിന്നും മായാത്ത തരത്തിൽ അവനെ കൊട്ടാരത്തിലെ രാജാവാക്കുവാൻ, അത്രയ്ക്ക് വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം കാണിച്ച പദ്ധതി എത്ര വലിയതാണ്, എത്ര സ്നേഹമുള്ളതാണ്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ദാവീദിനോളം ഞെരുക്കത്തിലിരുന്നപ്പോൾ എല്ലാവരും നിന്ദിക്കപ്പെട്ട് അവൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ അവരെ വഴക്ക് പറയുന്നുണ്ട്. നീ എന്തിനാണ് യുദ്ധം കാണാനാണോ വന്നത്? നീ എന്തിനാണ് ഇവിടെ കടന്നു വന്നത്? അവനെ അസഭ്യം പറയുകയാണ്, ആട്ടി ഓടിക്കുകയാണ്. പക്ഷെ ദൈവം എല്ലാവരുടെ മുമ്പാകെ
അവനെ മാനിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ നിന്ദിക്കപ്പെട്ടാൽ, നിങ്ങൾ തഴയപ്പെട്ടാൽ, നിങ്ങൾ ഒറ്റപ്പെട്ടാൽ നിങ്ങളെ ദൈവം പുറത്ത് കൊണ്ടുവരുന്നൊരു സമയമുണ്ട്. എല്ലാവരുടെ മുമ്പാകെ നിർത്തുന്നൊരു സമയമുണ്ട്. അതിൻ്റെ 8-ാം വാക്യം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതാണ്, പക്ഷേ ഞാൻ അവിടേക്ക് പോകുന്നില്ല. എൻ്റെ നീതിയായ ദൈവമേ എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിൽ അങ്ങനെ പറയുന്നവന് മാത്രമേ ഈ വാക്യം പറയാൻ കഴിയുള്ളൂ. എൻ്റെ ദൈവം എന്ന ആ ഒരു ഇൻറ്റിമസി നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ ദൈവമായി അത്രയും കൂട്ടുകെട്ടുണ്ടെങ്കിൽ, ആ ദൈവമായിട്ട് നിങ്ങൾ അത്രയും ട്യൂൺഡാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നതാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കും. ഈ സമാധാനം എന്ന് പറയുന്നത് വളരെ വാല്യൂഡൊരു കാര്യമാണ്. ഞാൻ കുറച്ച് നാൾ ജോലിക്കായിട്ട് വിദേശത്തായിരുന്നു. എൻ്റെ ജോലി സ്ഥലത്ത് ഒത്തിരി സ്ട്രെസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. സമാധാനമില്ലായ്മ ശരിക്കും രുചിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. ഒറ്റപ്പെട്ട സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകും. ഇത് ലോകം തരുന്നത് പോലെയല്ല. യേശു കർത്താവിന് സ്വന്തമായിട്ടൊന്നുമില്ല. കയറിക്കിടക്കാൻ വീടില്ലായിരുന്നു, കൊടുക്കാൻ പണമില്ലായിരുന്നു. പക്ഷെ സ്വന്തമായിട്ട് പിതാവ് കൊടുത്ത സമാധാനമുണ്ടായിരുന്നു. താൻ പറയുന്നത്, എനിക്ക് സ്വന്തമായുള്ളത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്, അതാർക്കും തരാൻ കഴിയാത്തതുമാണ്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകും. ഇന്ന് സമാധാനമില്ലാതെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ, സമാധാനദായകനായ കർത്താവ് നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. നിങ്ങളെ സാന്ത്വനപ്പെടുത്തുവാൻ, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, നിങ്ങളെ കരുതുവാൻ, കാക്കുവാൻ, നിങ്ങൾക്കുള്ളതൊക്കെ തരുവാൻ അവൻ സന്നദ്ധനാണ്. നിങ്ങൾക്കും പറയാൻ കഴിയും. കഴിഞ്ഞ നാളുകളിൽ സമാധാനമില്ലാതെ, ഉറക്കമില്ലാത്ത രാത്രികൾ ഇന്ന് അനേകം പേരിൽ കണ്ടുവരുന്നൊരു അസുഖമാണ്. മെത്തയുടെ സോഫ്റ്റ്നെസ്സിൻ്റെ കുറവല്ല, മെത്തയുടെ പഞ്ഞിയുടെ കുറവല്ല. ഇവിടെ നോക്കുക, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കും. നമുക്ക് ദൈവസന്നിധിയിൽ താഴ്ത്തിക്കാം. ഈ ദൈവത്തെ നമുക്ക് പിൻപറ്റാം. നമുക്കും പറയാം, ഈ ഒരു സന്ധ്യാഗീതം നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ നിർഭയം വസിക്കും.